തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സാ നിഷേധം. പുനലൂർ സ്വദേശി സുരേന്ദ്രനാണ് ഡോക്ടർമാർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ നേരിട്ടത്. വയറുവേദന മൂലം ഇന്നലെയാണ് സുരേന്ദ്രനെ അഡ്മിറ്റ് ചെയ്തത്. എന്നാൽ ഇതുവരെയും പ്രധാന ഡോക്ടർമാർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പരാതി. ക്രിട്ടിക്കലായിട്ടുള്ള ഒരാൾ ഒരു സീനിയർ ഡോക്ടർ പോലും വന്ന് നോക്കിയിട്ടില്ല അച്ഛൻ ഇതുവരെ. ഇപ്പം അതായത് ഇന്നലെ 12:30 കൊണ്ടുവന്ന് ഇന്ന് ഇപ്പം സമയം 7:30 ഇപ്പം ഇന്ന് 7:15 കുറച്ച് ഡോക്ടർമാരൊക്കെ വന്ന് നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കി പല ആൾക്കാരുടെ അടുത്തും വിളിച്ചു പറഞ്ഞ് 7:15 ഇപ്പം ഡോക്ടർമാർ വന്നത്. കാരണം മേലത്തെ ഒന്നാം നിലയിലെ ഫസ്റ്റ് ഫ്ലോറിലെ 1-ാം വാർഡിൽ 25-ാമത്തെ ബെഡിലാണ് അച്ഛൻ കിടക്കുന്നത്. ആ വാർഡിൽ കിടക്കുന്ന ഏറ്റവും മോശം കണ്ടീഷൻ്റെ അച്ഛന് ബോധമില്ല, ഒരാളെയും തിരിച്ചറിയത്തില്ല, ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, വെള്ളം കുടിക്കാൻ പറഞ്ഞ അച്ഛൻ അറിയത്തില്ല, ആ കണ്ടീഷനിൽ കിടക്കുക. എന്നിട്ട് പോലും ഞാൻ രാവിലെ തൊട്ട് ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ ഡോക്ടർമാരെടുത്ത്, ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ട്, അവർ സുഹൃത്തുക്കൾ 2 പോയി. ഞങ്ങൾ പല ഡോക്ടർമാരെടുത്ത് നിന്ന് പറയുന്നു, ഈ ഓരോ വട്ടം പറയുമ്പോൾ ഓരോ ഡോക്ടറാണ് വരുന്നത്. അവർ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങ് പോകും. അത്രയും നേരം ചേട്ടാ ഒരു അവർ പറയുന്നത്, എന്നിട്ട് അവർ ബുക്ക് എടുത്ത് കാണിച്ചിട്ട് വന്ന് സീനിയർ ഡോക്ടർ സൈൻ ചെയ്തിട്ടുണ്ട്. സീനിയർ ഡോക്ടർ വന്ന് നമ്മുടെ ബെഡിലൊന്നും വന്നിട്ടില്ല. ഡോക്ടർ അങ്ങ് അറ്റത്തെ ഡോക്ടറിൻ്റെ ആ ടേബിളിൽ പോയിരിക്കും, ഇവരെല്ലാം കൂടെ കൂട്ടം കുടിക്കും, അവിടെ പോയിട്ടാണ് സൈൻ ചെയ്തത്. വിവരങ്ങളുമായി നൗഫൽ കൂടി ചേരുന്നുണ്ട്. നൗഫൽ, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു അനാസ്ഥ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്നെത്തിയ രോഗി ചികിത്സാ നിഷേധത്തെ തുടർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇവരുടെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ ഇന്നലെ വയറുവേദനയെ തുടർന്ന് എത്തുന്നു, ഇതുവരെയും ഡോക്ടർമാർ ആരും തന്നെ പരിശോധിക്കാൻ എത്തിയില്ല എന്ന് വേണം കരുതാൻ. അതായത് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആരോഗ്യരംഗത്ത് നിന്ന് വളരെയധികം പരാതികളും ഒക്കെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ചികിത്സാ നിഷേധവും ഒക്കെ, ഈ തുടരെ ഡോക്ടർമാരെയൊക്കെ സ്ഥലം മാറ്റുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആവന്തിക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ പറഞ്ഞതുപോലെ ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ആവർത്തിച്ച് പറയുന്നതാണ്. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മാറുകയാണ്. അതായത് പുനലൂർ സ്വദേശിയായിട്ടുള്ള സുരേന്ദ്രനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വയറുവേദന മൂലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ അസുഖം കൂടുകയും അഥവാ പെട്ടെന്ന് തന്നെ ഒരു ജന്നി വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് അസുഖം മാറുകയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയുമായിരുന്നു കുടുംബം. അവിടെ നിന്ന് ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഇന്നലെ ഇവിടെ എത്തിച്ചത് മുതൽ, അതായത് ആ മകന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്, ഇന്നലെ ഇവിടെ എത്തിച്ചത് മുതൽ ഈ നിമിഷം വരെയും, അതായത് അവിടെ നിന്ന് ആളുകളെ, കുടുംബത്തെ പോലും, സ്വന്തം ഭാര്യയെയും മകനെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വരെ തള്ളി, അതായത് അവിടെ നിന്ന് ജന്നി വരുന്നു, പെട്ടെന്ന് ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കയറ്റുമ്പോൾ ജന്നി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഇന്നലെ രാത്രി കൊണ്ട്, അതായത് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി എത്തിക്കുന്നു. ഈ നിമിഷം വരെയും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. മറ്റൊരു ഗുരുതരമായ കാര്യം അവർ പറയുന്നത്, അവിടെ അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന ഡോക്ടർമാർ എല്ലാവരും വന്നിട്ടുണ്ട്, അവർ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് റെക്കോർഡുകളിൽ കാണാമെന്ന ഒരു ന്യായം പറയുന്നു. ഡോക്ടർമാർ അവിടെയും ഇവിടെയും കറങ്ങി നിൽക്കുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. പക്ഷേ രോഗിയുടെ ഭാഗത്ത് വരികയോ എന്താണെന്നതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ആ വാർഡിൽ തന്നെ ഏറ്റവും ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരാൾ കൂടിയാണ് അവിടെ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ, അല്ലെങ്കിൽ മെഡിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പറയുന്ന വിദ്യാർത്ഥികൾ ഇടയ്ക്കിടെ വന്ന് ഓരോരുത്തരായി മാറി പരിശോധിക്കുന്നു എന്നതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാന ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധം കുടുംബം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഏതാണ്ട് നമ്മൾ ഈ പറയുന്ന പ്രതികരണം എടുത്തിട്ട് ഒരു അരമണിക്കൂറിനകത്തെയാകുന്നുള്ളൂ. ആ സമയത്താണ് ഈ പറയുന്ന ഒരു ഡോക്ടർ വന്നിട്ട് കാര്യം തിരക്കിയത്. ഒരു ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ ഒരു ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഒരു ഡോക്ടറിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്ത എന്നൊരു ഗുരുതരമായ ആരോപണം കൂടിയാണ് ആ കുടുംബം പറയുന്നത്. അവന്തിക പറഞ്ഞതുപോലെ ഇന്നലെയാണ്, അതായത് 24 മണിക്കൂർ പോലും പിന്നോട്ടിട്ടില്ല, ആ ആളിന്റെ, രാജേഷ് എന്ന് പറയുന്ന ഒരാൾ നെയ്യാറ്റിൻകരയിൽ ഇതുപോലെ ചികിത്സാ നിഷേധം മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 24 മണിക്കൂറിനകം വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു അവസ്ഥ കൂടി ഉണ്ടായത്. അവന്തിക വീണ്ടും അതുതന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജിനെ കുറിച്ചൊക്കെ ഈ സർക്കാർ ചിന്തിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഉള്ള ഒരു സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കാര്യക്ഷമമായി കൊണ്ടുപോകാം എന്നതുപോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഓരോ ദിവസവും വരുന്ന പ്രതികരണങ്ങൾ കൂടി. അവന്തിക. ശരി, നൗഫലാണ് വിവരങ്ങൾ നൽകിയത്.